ഹലോ, ചായനിട്ടാ രാവിലത്തെ ചായയുടെ പലഹാരമാണ്. അടയാണ്. ചായയാണ് കേട്ടോ, ഇന്നത്തെ ചായയാണ്. കട്ടൻ ചായ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ UDF സ്ഥാനാർത്ഥിയാണ് ഇട്ടത്. ശരിക്കും കാണണ്ട, ക്യാമറക്കൊരു ക്ലിയർ ഇല്ല. UDFൻ്റെയാണ് അത്. ഇത് LDF ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. ആ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള ആൾ, ഇൻ്റർവ്യൂ ആങ്കറല്ല, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളില്ലേ, അത് പറയാണ്, ഒരു ഫങ്ഷന് പങ്കെടുത്തപ്പോൾ അതിൽ ആങ്കറായിട്ട് ഒരു വിദേശ പെൺകുട്ടീനെ കൊടുന്നു. വിദേശ പെൺകുട്ടീനെ കൊടുന്നപ്പോൾ അയാൾ നമ്മളൊരു മന്ത്രിസഭയിലത്തെ ഒരാൾ അവിടെ പങ്കെടുക്കാൻ വന്നിരുന്നു. ആ ആൾ ഈ വിദേശ പെൺകുട്ടീനെ കണ്ടിട്ട് ആ സോഫയിൽ നിന്ന് എണീറ്റ് പോണില്ലാതെ. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, അതിനൊരു ഉപമ പറയണത് എന്താ വെച്ചാൽ, ഈ ചെറിയ കുട്ടികൾ ഐസ്ക്രീമും മിഠായിയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, രണ്ട് ഭാഗത്ത് കൂടി വായിൽ കൂടെ വെള്ളം ഒലിപ്പിച്ചിട്ട്, അതേപോലെയാണ് ആ ആൾ ആ സോഫയിൽ നിന്ന് എണീക്കാതെ ഇരുന്നിരുന്നു. ഈ പെൺകുട്ടീനെ നോക്കിയിരുന്നിരുന്നു. വയ്യ. ഇതൊക്കെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം എന്നാട്ടാ ഞാൻ പറയണത്. ഇങ്ങനൊക്കെ ഉണ്ട്. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പെണ്ണ് തന്നെയാണ്, ആണ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഞങ്ങളെ പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണം, ഞങ്ങളെ എരുമപ്പെട്ടി ഡിവിഷൻ. അതിന് തോന്നുന്നു ഡിവിഷനിൽ നിന്ന് മത്സരിക്കണ സ്ഥാനാർത്ഥി കേട്ടോ, ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കാലം എത്ര പുരോഗമിച്ചാലും അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ അങ്ങനെ ആയിക്കൂടെ, എങ്ങനെ ആയിക്കൂടെ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാലും ശരി, ആണ് തന്നെയാണ്, പെണ്ണ് തന്നെയാണ്. പെണ്ണ് പെണ്ണായിട്ട് തന്നെ ഇരിക്കണം എപ്പോഴും. എന്നാലാണ് ആണുങ്ങളും ആണുങ്ങളായിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ.